ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ സ്വീഡനിൽ വന്നേക്കാണ്, ഇവിടെ സ്റ്റോക്ക്ഹോമിൽ. പെട്ടെന്നുള്ള ഒരു ട്രിപ്പായിരുന്നു. അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടൊന്നും വന്നതല്ല, ഒരു ജസ്റ്റ് 3 days മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു റിൻറ്റോടൊപ്പം ഒരു വീഡിയോ ചെയ്യുന്നത്. റിൻറ്റോടെ കാണാനായിരിക്കുമല്ലോ ഞാൻ സ്വീഡനിൽ വന്നേക്കുന്നത്. അപ്പോൾ റിൻറ്റോടൊപ്പം ഞങ്ങളിന്ന് ഒരു ഔട്ടിങ്ങിന് പോകുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന ഈ അപ്പാർട്ട്മെൻറ്റ് ബാൽക്കണിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവിടെ നിന്നുള്ള വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്നുള്ള വ്യൂ അപ്പോൾ ഒന്ന് ജസ്റ്റ് അതൊന്ന് കണ്ടോട്ടോ. ഒരു നാളെ വന്നു ക്യാമറ ഉണക്കി കഴിഞ്ഞാൽ അപ്പം ഒരു നാളെ വരും. പതിവില്ലാതെ സ്റ്റോക്ക്ഹോമിൽ നല്ല വെയിലുണ്ട്. ഞാനിവിടെ സ്റ്റോക്ക്ഹോമിൽ എപ്പോൾ വന്നാലും ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ ഇന്ന് എന്താന്ന് അറിഞ്ഞൂടാ, നല്ല വെയിലുണ്ട്. അപ്പൊ തണുപ്പിന് വല്ല കുറവൊന്നുമില്ല, പക്ഷെ വെയിലുണ്ട്. നമുക്ക് റിൻറ്റോനെ കൊണ്ട് എന്റെ കുറച്ച് ഫോട്ടോസ് എടുപ്പിക്കാം. എടുത്തരുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ പെട്ടെന്നുള്ള ട്രിപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് സ്റ്റോക്ക്ഹോമിൽ കുറച്ച് പേരൊക്കെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയാ, അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ആകെ 3 days ഞാൻ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പുറത്ത് പോകാൻ പോലും പ്ലാൻ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്. ഒരു സ്റ്റോറി പോലും ഞാൻ ഇട്ടില്ലായിരുന്നു ശരിക്കും. അങ്ങനെ ഇപ്പം ഞങ്ങൾ പോകുന്നത് ഒരു ലേക്ക് കാണാനാണ്. ഇപ്പോൾ ലേക്കൊക്കെ ഫ്രോസൺ ആയി കിടക്കുകയായിരിക്കും. ലാസ്റ്റ് ഇയർ ഞങ്ങളിവിടെ വന്നിരുന്നു. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ലേക്ക്, ഫ്രോസൺ ലേക്ക് കാണാനാണ് പോകുന്നത്. ഞാൻ അത്രയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. കാരണം ജർമ്മനിയിൽ അങ്ങനെ അധികം ഇത്ര എക്സ്ട്രീം കോൾഡൊന്നും വരാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. റിൻഡോയ്ക്ക് ഇത് ഭയങ്കര ഫെമിലിയറാണ്. റിൻഡോ എന്തെങ്കിലും ഒന്ന് പറയോ റിൻഡോ? റിൻഡോയ്ക്ക് ക്യാമറ ഉണ്ട്, പിന്നെ റിൻഡോ ഒന്നും വേണ്ടില്ല, ഭയങ്കര നാളെ. റിൻഡോ ഈസ് ബീയിങ് ചൈൽഡിഷ്. ഇതിലൂടെ കുതിര വരുന്നു തോന്നുന്നു. അതുകൊണ്ട് ഈ കുതിരയുടെ സിമ്പിൾ കുതിര, ഇതിലൂടെ കുതിര വരുന്നുണ്ട്. ഞാൻ നിങ്ങളെ കുതിര വരുന്നത് കാണിച്ചു തരാം. അങ്ങനെ നമ്മളൊന്ന് ഒരു ഹോഴ്സിനെ കണ്ടു. എന്ത് പറ. അപ്പോൾ ഞങ്ങൾ ലേക്കിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലേക്കിൻ്റെ വഴിയൊക്കെ ഫുള്ള് മഞ്ഞു നടക്കുകയാണ്. കഴിഞ്ഞ വർഷം എൻ്റെ ഒരു ഫ്രണ്ട് അനീറ്റ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ ഇവിടെ സ്റ്റോക്ക്ഹോമിൽ വന്നിരുന്നു. അപ്പോൾ അനീറ്റയും ഞാനും റിൻഡോ കൂടി ഈ സെയിം സ്ഥലത്ത് വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേ മഞ്ഞൊക്കെ വാരി കളിച്ചിരുന്നു. അങ്ങനെ നല്ലൊരു ഡേ ഞങ്ങളോട് സ്പെൻഡ് ചെയ്തായിരുന്നു. അതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരിക. ഞാൻ അനീറ്റനെ മിസ് ചെയ്യാണ്. മിസ് ചെയ്യും അനീറ്റ, അവൾ ഈ വീഡിയോ കാണുമായിരിക്കും. അപ്പം ഈ കാണുന്നല്ല ലേക്കാണ്. അപ്പം ഞാൻ ലേക്കിലേക്ക് നടക്കാൻ പോകുന്നത്. റിൻഡോ വാ. എല്ലാം ഫ്രീസായി കിടക്കുകയാണ്. നോക്ക്, വെള്ളത്തിൽ കിടക്കാൻ പറ്റില്ല. ഭയങ്കര പേടിയാ. നോക്ക്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഒപ്പട വരെ നടന്നു പോയായിരുന്നു. നടന്ന് അവിടം വരെ പോയായിരുന്നു. ലേക്കിന്റെ മൈതാനം നടക്കുമ്പോ എന്താ പറയുക ഫീൽ ചെയ്യുന്നത്? എന്തൊക്കെ പേടിയാ. പേടിന്റെ അച്ഛന് ഒരു നാവ് കുഴയാ, തണുപ്പോണ്ടാന്ന് തോന്നുന്നു. നാവ് കുഴയും. അങ്ങനെ നമ്മൾ ഏകദേശം ഇതിന്റെ മിഡിലെത്തിയെന്നാണ്, ലേക്കിന് മിഡിലെത്തിയെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങ് ദൂരെയൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ട്. അയ്യോ, അവരൊക്കെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
ഫിഷിങ് പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇതൊക്കെ എന്താ അറിഞ്ഞോ? എന്താ പൊട്ടിച്ച വെള്ളം കാണുമായിരിക്കും. ഇവിടെ എനിക്ക് ആ ഏഞ്ചലിനൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളിങ്ങനെ കിടന്നിട്ട് ദിങ്ങനെ കാണിക്കില്ലേ, പക്ഷെ മടിയാവുന്നു. റിൻഡോനെ നിർബന്ധിക്കുന്നുണ്ട് ചെയ്യാനായിട്ട്. ചെയ്യോ റിൻഡോ? പ്ലേസ് റിൻഡോ, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മടിയായിട്ടാ. ആരോ ഇവിടെ സ്നോയിൽ സ്റ്റാർ ഉണ്ടാക്കിയേക്കുന്നുണ്ടോ? കൊള്ളാല്ലേ. ഞാൻ ആ സ്റ്റാറിന് നടുക്കും ഇരിക്കാറുണ്ടോ? മതിയാ. അങ്ങനെ ഞങ്ങൾ ലേക്കൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. ചിരിച്ചു കണ്ടുള്ള മുഖം ഒന്ന് കാണിക്കൂ. ഇതുള്ളത് മദ്രാസല്ലേ, മഞ്ഞ് വീഴുന്ന. ജർമ്മനിയിൽ ഓൾറെഡി സ്പ്രിങ് ആയി, അവിടെ ഫ്ലവേഴ്സ് ഒക്കെ വന്നു തുടങ്ങി. ഇവിടെ ഇപ്പോഴും മഞ്ഞ്. അതാണ് ജർമ്മനിയിൽ ഇവിടെ താമസിക്കുന്നതിൻ്റെ വ്യത്യാസം. അതെനിക്ക് പക്ഷെ ജർമ്മനിയിൽ ഇഷ്ടം. അത്ര തണുപ്പം സഹിക്കണ്ടല്ലോ. അങ്ങനെ വഴിതെറ്റി ഏതോ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെ പോകുന്നു റിൻഡോയ്ക്ക് യാതൊരു ധൈര്യമില്ല. എന്തായാലും റിൻഡോ പോകുന്നതിന് പുറക്കെ ഞാൻ പോവാണ്. റിൻഡോയുടെ കൂടെ ഉള്ളപ്പോൾ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യാറില്ല. ഞാൻ റിൻഡോ കൂടെ പോകണോ അതിൻ്റെ പുറക്കെ ഞാൻ പോകും. അങ്ങനെ